ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേയുള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്ക്. മുഖത്തു നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ലോകം. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണു നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാവും. അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വില നൽകുവാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. ഒരുപക്ഷെ മറ്റുള്ളവർ നമുക്ക് നൽകുന്ന മൂല്യം അവരുടെ കാഴ്ചപ്പാടുകൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് മാത്രമാകും എന്നതാണ് മറ്റൊരു സത്യം. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വെളിച്ചം വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിളക്ക് കത്തിക്കുക. മറ്റുള്ളവരുടെ വിളക്കിൻ്റെ സഹായത്താൽ ജീവിതം പ്രകാശിക്കുന്നില്ല. മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ടുതന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. സത്യവും നന്മയും തേടി നിങ്ങൾക്ക് ലോകം മുഴുവൻ അലഞ്ഞാലും അത് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖം ആയിട്ടുള്ളൂ. കേൾവിക്കാർക്കെന്നും കേട്ടുകഥകൾ മാത്രമാണ്. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ വികാരങ്ങളെ കളിയാക്കരുത്. കാരണം നിങ്ങളതിൽ വിജയിച്ചേക്കാം, പക്ഷേ ആ വ്യക്തിയെ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെയാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും. പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ തേച്ചാലും മായ്ച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും. ലോകത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാവരുത്.